പടം നൈസാണ്. അതായത് നമുക്ക് ഇപ്പം ഒരു സൂപ്പർമാൻ ഫാൻ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാം. നല്ല രീതിയിൽ എൻജോയബിൾ ആണ്. പിന്നെ എന്താ പറയുക, ഒരു ഏലിയൻ അല്ല, ഒരു ഹ്യൂമൻ ആയിട്ട് നമുക്ക് സൂപ്പർമാനെ ഇതിൽ പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വീക്ക്നെസ്സസ് ഉള്ള, ഇമോഷൻസ് ഉള്ള, പേടിയുള്ള ഒരു സൂപ്പർമാൻ ആയിട്ട്. അപ്പം പാവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവമല്ല, പക്ഷേ പാവമല്ലേ എന്ന് ചോദിച്ചാൽ പാവമാണ്. ആ രീതിയിലാണ് പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എൻജോയബിൾ ആയിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടേക്കായിരുന്നു. നമ്മൾ സ്നൈഡറിൽ നിന്ന് വേറൊരു രീതി, അത്രേ ഉള്ളൂ. നമ്മൾ രണ്ട് പടങ്ങൾ കമ്പയർ ചെയ്യുന്നില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ ടേസ്റ്റ് അനുസരിച്ച് കുറച്ചുകൂടെ ഡാർക്കർ ഗ്രിറ്റിയർ ആയിട്ടുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിൽ തന്നെ ആയിരിക്കും ഫേവറേറ്റ്. ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കാണുന്നവർക്ക് ഇതായിരിക്കും ഫേവറേറ്റ്. അങ്ങനെ പറയും. പുതിയ ഏതെങ്കിലും വില്ലൻ എൻട്രി അങ്ങനെ എന്തെങ്കിലും പുതിയ ട്രെയിലറിൽ കണ്ട ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളൂ. നമ്മൾ ഫ്യൂച്ചർ മൂവീസിനെ ഒന്നും അവർ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നില്ല. ഇല്ല, പഴയത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഒരു പുതിയ സീരീസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയല്ല. അപ്പൊ അത് അല്ല, ഇപ്പോൾ അതൊരു സ്ട്രഗിൾ ആയിരിക്കും. കാരണം ആൾക്കാരൊക്കെ ഒരു സൂപ്പർ ഹീറോ ഫെറ്റീഗ് അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ ഇതൊരു സ്ട്രഗിൾ ആയിരിക്കും അവർക്ക്. പക്ഷെ അവർ എൻജോയബിൾ ആയിട്ട് ഇത് എടുത്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ എന്താണെന്ന് അവർ ഇതിൽ പറയുന്നില്ല. ഇതിൽ എന്തെങ്കിലും ടൈലന്റോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, ഫസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. നന്നായിരുന്നു ബ്രോ, സൂപ്പർ ഫിലിം ആയിരുന്നു. എന്താണോ എക്സ്പെക്ട് ചെയ്ത് വന്നത് അത് തന്നെ കിട്ടി. കാര്യം മാൻ ഓഫ് സ്റ്റീലിന്റെ ആരാധകർക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഹെൻറി കാവിലിനെ ഇഷ്ടപ്പെട്ട് ഇപ്പം അവർക്കൊക്കെ കുറച്ച് വിഷമമായിരിക്കുമല്ലോ, എന്താ പുതിയ കാസ്റ്റിംഗ് സ്റ്റേജും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് കാസ്റ്റിങ്ങും അതേപോലെ തന്നെ പ്ലോട്ടിനാണ് കൂടുതലും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നന്നായിരുന്നു, നല്ല ഫിലിമായിരുന്നു, കൊള്ളായിരുന്നു. എന്തായാലും അടുത്ത് വരുന്നതെല്ലാം ഇതുമായിട്ട് ഇപ്പം ഇതിനെക്കാട്ടിലും ബെറ്റർ ആവണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇതൊട്ടും മോശമല്ല, നന്നായിട്ട് തന്നെ ഇവര് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു, കൊള്ളാം. കോമിക് ബുക്കിലോട്ട് നല്ല രീതിയിൽ ഇറ്റ്സ് ലൈക്ക് വി ആർ വാച്ചിങ് കോമിക് ബുക്ക് മൂവി. സോ ഇപ്പം ഹെൻറി കാവലിന്റെ ഫിലിം, ഹെൻറി കാവൽ ഇസ് ബിറ്റ് മോർ ഡാർക്ക്. ആക്ച്വൽ റിയാലിറ്റി എങ്ങനെയാണ്, ലൈക്ക് ഹി കാൺ സേവ് എവ്രി വൺ, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ കോമിക് ബുക്ക് വൈബാണ് പോയത്. ലൈക്ക് വെൻ സാക് സ്നൈഡർ രണ്ടും രണ്ട് സൈഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സൂപ്പർമാൻ്റെ രണ്ട് സൈഡായിട്ട്. വൺ ഇസ് റിയലി ഡാർക്ക്. I mean, at the same time, Henry Cavill Superman is like കുറച്ചുകൂടെ സീരിയസ് ടോൺ. ബട്ട് ദിസ് വൺ he tried to save even ഇപ്പോൾ ഒരു ഫിലിമിൽ, I'm not spoiling it, but he tries to save as much as possible. Like ത്രെറ്റിനേക്കാളും കൂടുതൽ he's trying to save the life. അപ്പോൾ അതാണ്. അപ്പോൾ അതിലാണ് കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട്, ലൈക്ക് ഹൗ മെട്രോപോളിസ് അപ്രീഷിയേറ്റ്സ് സൂപ്പർമാൻ, ആ ഒരു സംഭവമാണ്. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗുഡ് വാച്ച്. പടം എന്റർടൈനിങ് ആണ് ബ്രോ. ലൈക്ക് വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക് ആയിട്ടായിരിക്കും തോന്നിയിട്ടുള്ളത്. ആൻഡ് ഒബ്വിയസ്ലി സൂപ്പർമാൻ ആസ് എ സൂപ്പർമാൻ മൂവി ഇത് കാണുമ്പോൾ നമുക്ക് പ്രീവിയസ് വേർഷൻസിനൊക്കെയുള്ള ഒരു കമ്പയറിങ് വരുമല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള MOS തന്നെയാണ്. ഇതിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 70s 80s സിൽവർ ഏജ് സൂപ്പർമാൻ കോമിക്സ് വായിച്ചൊരു ഫീൽ കിട്ടുന്നുണ്ട് ഈ പടം. എ ലോട്ട് ഓഫ് തിങ്സ് വർ ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. അത് ഒരു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയാം. കാരണം നമ്മളെപ്പോഴും മൂവി റിവ്യൂ പറയുമ്പം കോമിക് ബുക്ക് റീഡറിന്റെ സ്റ്റൈലല്ല പറയാനുള്ളത്, ഒരു ജനറൽ ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവല്ലേ പറയാനുള്ളത്. ആ ഒരു ഇതിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അറ്റ് ടൈംസ് എനിക്ക് ചില ജോക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഒബിയസ്ലി ജെയിംസ് ഗണ്ണിന്റെ എല്ലാ മൂവീസിലുള്ള ഒരു സംഭവമാണ് വിത്തിൻ ദ മൂമെന്റ്സ് കുറെ ജോക്സ് ആഡ് ചെയ്ത് കയറ്റുന്നത്. അത് ഇതിലും ഉണ്ട്. അതെനിക്ക് പേഴ്സണലി നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. മേജർ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ DC അത്രയും കാണാറില്ല. പക്ഷെ ആസ് എ ഫസ്റ്റ് ടൈം വ്യൂവർ നേരത്തെ മൂവീസിന്റെ റെഫറൻസസ് അത്ര ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. അതുകൊണ്ട് ഒരു ഫസ്റ്റ് ടൈം ഇവർ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മൂവിയാണ്. സെക്കൻഡ്, എൻ്റെ ഒരു മനസ്സിലെ ഡൗട്ട് എന്ന് വെച്ചാൽ ഹെൻറി കാവലിന്റെ ആ ഒരു ചാർമ് റിപ്ലേസ് ചെയ്യാൻ പറ്റുന്ന. ഐ തിങ്ക് സൂപ്പർമാൻ്റെ ആ ഒരു റോളിന് പറ്റിയ ഒരു ആക്ടർ തന്നെയാണ് അവർ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. വിഷ്വൽ എഫക്ട്സും കൊള്ളായിരുന്നു. ആൻഡ് 3D വാസ് ഓൾസോ റിയലി ഗുഡ് ഇൻ ദ മൂവി. എന്തെങ്കിലും പോസ്റ്റ് ക്രെഡിറ്റ് സീനോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? പുതിയ ക്യാരക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും കാണിക്കും? പോസ്റ്റ് ക്രെഡിറ്റ് സ്കെയിലിൽ പ്രത്യേകിച്ച് ഒരു ലീക്കും ഇല്ല. പക്ഷെ ഐ തിങ്ക് സീക്വൽ ക്യാൻ ബി പോസിബിൾ ഹിയർ. 3D എക്സ്പീരിയൻസ്, ആക്ഷൻ സീൻസിൽ ഓവറോൾ മിക്സ്ഡ് ഇമോഷൻസ് ഒരു മൂവിയാ. അപ്പോൾ ആക്ഷൻ സീൻസിൽ 3D ഇസ് റിയലി ഗുഡ്. ബാക്കി നോർമൽ എക്സ്പീരിയൻസ്.